ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ വീട്ടിൽ നെയ്വിളക്ക് കത്തിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങളെ പറ്റിയാണ്. അതായത് നമ്മുടെ വീടുകളിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്, ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ്, ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ അതായത് നമ്മളെന്തെങ്കിലും തൊഴിലിനോ അല്ലെ വിവാഹങ്ങൾ തടസ്സത്തിനോ ഒക്കെ നമുക്ക് അതൊക്കെ മാറുന്നതിന് വേണ്ടിയും ഒക്കെ നമുക്ക് നെയ്വിളക്ക് കത്തിക്കാം. ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യമാണ്. അതായത് ഓരോ ദിവസത്തിൻ്റെ മൂർത്തികളെ ആണ് മനസ്സിൽ കരുതി വേണം നമ്മൾ നെയ്വിളക്ക് കത്തിക്കാൻ. അതായത് ഞായറാഴ്ച ദിവസം നമ്മൾ നെയ്വിളക്ക് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കത്തിക്കാൻ ശ്രമിക്കുക. കാര്യം സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ച് വേണം നെയ്വിളക്ക് കത്തിക്കേണ്ടത്. ഇവിടെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിടുക, അല്ലെങ്കിൽ ഒരു തിരി കിഴക്കോട്ട് മാത്രം ഇട്ട് വേണമെങ്കിലും നമുക്ക് കത്തിക്കാം. രാവിലെ കുളിച്ച് കഴിവതും വെള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം. ധരിച്ച് നമുക്ക് രാവിലെ കിഴക്കോട്ട് ഒഴിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ്. അതെന്നിട്ട് നമുക്ക് ഓം സൂര്യദേവായ നമ, ഓം ഭാസ്കരായ നമ എന്ന് ജപിക്കുക. ഈ ഞായറാഴ്ച ദിവസം ഈ വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഐശ്വര്യ ബലങ്ങളെന്ന് വെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദമ്പതികൾ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിൽ ഐക്യക്കുറവോ അല്ലെങ്കിൽ നിത്യേന കലഹങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതലായിട്ട് നമ്മളിപ്പോൾ 3 ദിവസം 3 ആഴ്ച, അതല്ലെങ്കിൽ 5 ആഴ്ച, 11 ആഴ്ച, അങ്ങനെ 5 ഞായറാഴ്ച അല്ലെങ്കിൽ 3 ഞായറാഴ്ച അല്ലെങ്കിൽ 11 ഞായറാഴ്ച അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് ഇതിലേതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ സംഖ്യ കോണം വിളക്ക് കത്തിക്കുക. ഞായറാഴ്ചകളിൽ 3 ആഴ്ചയെങ്കിൽ 3 ആഴ്ച കത്തിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒത്തിരി പരിഹാരങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നതാണ്. സൂര്യഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ കലഹിച്ച് ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ച് പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർ ഒന്നിക്കാനും, അതുപോലെ അവർക്കിടയിൽ നല്ല സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാകാനും ഒക്കെ ഈ നെയ്വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് നമുക്ക് അനുകൂലത ഉണ്ടാകുന്നതാണ്. അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാൻ സഹായിക്കും. അതുപോലെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.